ബ്രോ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും കട്ടും മോട്ടിച്ചും ജീവിക്കരുതെന്ന്. അച്ഛന്റെ പേരെന്താ? അറിഞ്ഞൂടാ. അച്ഛനിപ്പോ ഇവിടെ? അതും അറിഞ്ഞൂടാ. ഇതാരാ ഇത്? എൻ്റെ പേര് പരിന്തോസം. പടച്ച തമ്പുരാനെ, നല്ല ആളായിട്ട് പറഞ്ഞ. ഓക്കെ നിങ്ങൾ കാര്യങ്ങൾ നടക്കട്ടെ, ഞാൻ പോയിട്ട് വരാം. ഓക്കെ ഓക്കെ ശരി ശരി ശരി. അതെ കേറണ. വണ്ടി ഞാൻ ഐടി പറ. പൈസ വിട്ടോ. ഒന്ന് പാടെ പൈസ തരാ മനുഷ്യ. പൈസ വേണ്ട, നീ വണ്ടി എടുത്ത് പൊക്കോളാൻ പറഞ്ഞില്ലേ? എന്താ പൈസ വേണ്ടെന്നൊക്കെ പറയുന്ന മനുഷ്യന്മാര് എങ്ങനെയുണ്ട് ആൾക്കാര്? പൈസ ഉണ്ടാക്കാൻ പോലീസ് വരുന്നതിന് മുന്നേ ഹലോ ഹലോ ഉറപ്പല്ലേ വരുന്നില്ലാന്ന്? ബ്രോ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങളിവിടെ ഫാമിലിയാ. ഞങ്ങളുടെ ഏകദേശം ഒരു 2500 കോടി രൂപ ബാക്കപ്പ് ഉണ്ട്. ഒരു 35 ലക്ഷം ബ്ലാക്ക് കിട്ടിയാൽ പുളിക്കുവോ? രണ്ട് പുട്ട് വാങ്ങി തിന്നൂടെ? അതുകൊണ്ടല്ല, അല്ലെങ്കിൽ വേണമെങ്കിൽ ബിരിയാണി തിന്നൂടെ? ഇഷ്ടം പോലെ പൈസ ഉണ്ട്. ഈ പൈസ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. പിന്നെ ഒരു കോടി തരും. ആർക്ക് വേണം? സരക്കെ കൊറ. ഒരു കോടി വെച്ച് കൊടുക്കുന്നതില് എനിക്കും വേണം. എടാ ഇത് SRK, എടാ ഇത് നമ്മുടെ സോറി SRK ഞങ്ങളൊരു 20 കോടി കൊടുക്കാനുണ്ട്. നിങ്ങക്ക് അല്ല, അത് ഓനെ മറ്റേ എന്താണ് നമ്മുടെ സാബ് ഗുരുവിന്റെ ഇവന്റിന് പങ്കെടുത്തിട്ട് അതിനകത്ത് ടോപ്പ് 10 ആൾക്കാരെ. നിങ്ങൾ ടോപ്പ് 10 കയറിയായിരുന്നല്ലേ? ഞാനല്ല, ഓൻ കയറിയായിരുന്നു. ഓ ഓക്കെ 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 ഓക്കെ. ഓനുണ്ടായിരുന്നു, മുച്ചിറി ഉണ്ടായിരുന്നു, പിന്നെ ആരാളെ? ചന്ദ്രൻ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ ഓക്കെ. എന്തായാലും ഞങ്ങളില്ല, നിങ്ങൾ പോയി മോഷണം നടത്തിട്ടോ. അങ്ങനെ പറയല്ലേ, വാ. അയ്യോ ഞാനില്ല. ആൾക്കാരെ കിട്ടാനില്ല, ആൾക്കാർക്കൊക്കെ ഭയങ്കര ഡിമാൻഡ്. ബ്രോ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും കട്ടും മോട്ടിച്ചും ജീവിക്കരുതെന്ന്. അച്ഛന്റെ പേരെന്താ? അറിഞ്ഞൂടാ. അച്ഛനിപ്പോ ഇവിടെ? അതും അറിഞ്ഞൂടാ. ഇതാരാ ഇത്? എൻ്റെ പേര് പരിന്തോസം. പടച്ച തമ്പുരാനെ, നല്ല ആളായിട്ട് പറഞ്ഞ. ഓക്കെ നിങ്ങൾ കാര്യങ്ങൾ നടക്കട്ടെ, ഞാൻ പോയിട്ട് വരാം. ഓക്കെ ഓക്കെ ശരി ശരി ശരി. അതെ കേറണ. നല്ല ആളത്തെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ല, അവര് SRK വിളിക്കാനായിട്ട് എന്ത് സാമ്യം സരക്കെന്ന് പറഞ്ഞപ്പോ SRK എന്ന് കേട്ടതാണ്. സരക്ക് SRK അങ്ങനെ ശരി. അവനങ്ങ് ഒരുപാട് അതായതാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ അത്രയും മനസ്സിലാവാതെ ഇരിക്കാൻ ഞാൻ. അല്ല, നേരത്തെ പറഞ്ഞ 1 കോടി അത് കിട്ടിയില്ല. ബാഗിലാ പൈസ അല്ലാവേ. തരാൻ പറ്റാത്തോണ്ടാണ് കേട്ടോ ബ്രോ, വേറെ ഒന്നുമില്ല. നമ്മളങ്ങനെ ഞങ്ങൾക്ക് പണിയെടുക്കുന്നവരോട് ഭയങ്കര റെസ്പെക്റ്റാ. ഈ മോട്ടിക്കുന്നവരടുത്ത് നമുക്ക് റെസ്പെക്ട് ഇല്ല. പണിയെടുക്കുന്നവരാണ് എത്ര പൈസ ഉണ്ടെങ്കിലും കൊടുക്കുന്നത് നമ്മള്. അതെ, മോട്ടിക്കാൻ വേണ്ടിട്ട് അവിടെ ബാങ്കിന്റെ മുന്നിൽ പോയിട്ട് പൈസ താന്ന് പറഞ്ഞാൽ പറ്റൂല. അത് അവിടെ പോയിട്ട് കുത്തി തുറക്കണം, കമ്പിപ്പാരട്ട് അങ്ങോട്ട് തിരിക്കണം, കുറെ കോഡ് ഹാക്ക് ചെയ്യണം, ഒരുപാട് പണിയുണ്ട്. ഇത് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ. ഞാനിതുവരെ ഇത് ചെയ്യാത്തോണ്ട് ഇതിനകത്ത് അധ്വാനം ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അതല്ലേ ഞാൻ പറഞ്ഞ, പഠിപ്പിച്ചിരുന്ന ഭയങ്കര അധ്വാനം. ജിമ്മിലൊന്നും പോകണ്ട, എന്റെ മസിലൊക്കെ കണ്ടത്. ഞാനില്ല ഞാൻ പറഞ്ഞില്ല, എന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ബ്രോയ്ക്ക് ഈ പരിപാടി ചെയ്യുന്നതിന് പകരം ഇവിടെ അല്ലാത്ത ജോബുകളില്ലേ, ലീഗൽ ജോബ്സ് ഇല്ലേ, അതൊക്കെ ചെയ്തുകൂടെ? ഓ, അത് വേർപ്പിന്റെ അസുഖം ഉണ്ടോ? ഇത് നമ്മൾ AC ഇരുന്നിട്ട് ഫുള്ള് തരുന്ന പൈസ ഉണ്ടാക്കാലോ. പോലീസ് പിടിച്ചാൽ AC കാർ കൊണ്ടുപോകും അല്ലേ? പോലീസ് നമ്മൾ പിടിക്കൂല. 11 പ്രാവശ്യം ഇപ്പൊ നമ്മളെ അടുപ്പിച്ച് ചെയ്യണ്. ഒരൊറ്റ പ്രാവശ്യം പോലീസ് പിടിച്ചിട്ടില്ല. അപ്പുക്കുട്ടൻ. ഈ സിറ്റിയിൽ എത്ര അപ്പുക്കുട്ടൻ ഉണ്ട്?
ഇത് ഓജി ഉപ്പുകുട്ടര. ഇത് അപ്പുക്കുട്ടന്മാരൊക്കെ വരുന്നതിന് മുമ്പത്തെ അപ്പുക്കുട്ടൻ. അങ്ങനെ വെച്ചല്ല, ഇതാണ് ഒറിജിനൽ അപ്പുക്കുട്ടൻ. ഒരൊറ്റ അപ്പുക്കുട്ടനുള്ള വേറെ അപ്പുക്കുട്ടൻ ഉണ്ടോ സിറ്റിയില്? എനിക്കറിയില്ല. ടിവിയിലൊരു അപ്പുക്കുട്ടനുണ്ട്. ഇത് ഡോക്ടറാ. അപ്പം അതല്ല. ഓക്കെ ഓക്കെ ഇവിടെ തുപ്പിയാൽ അപ്പുക്കുട്ടനാ, എല്ലായിടത്തും അപ്പുക്കുട്ടനാ. സത്യം 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 എല്ലാ അപ്പുക്കുട്ടനെ മുട്ടിട്ട് നടക്കാൻ വയ്യോടെ. സത്യം 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 സത്യം. പക്ഷെ അത് ശരി ശരി എന്നാ പിന്നെ പൈസ വയർ ചെയ്താ മതി. 54. ഓക്കെ ഓക്കെ ഞാൻ ചെയ്തേക്കാം. സാറൊക്കെ എന്നാ കാണാം. ശരി ചന്ദ്രൻ വന്നേ, ചന്ദ്രനോട് പൈസ വാങ്ങാൻ പറയണേ. സാർക്കിനോട് പറയണം. എടാ നീകന്റെ ശബ്ദത്തിന് ഒരു സാമ്യം ഇല്ലടാ. ഞാൻ ഫസ്റ്റ് ഞാൻ നീകനാണെന്ന് ആദ്യം വിചാരിച്ചേട്ടാ. ഒരുപാട് ആൾക്കാർ ഓരോരുത്തരാണ് നിന്നെ കാണാൻ ഭയങ്കര ശബ്ദം 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 നീകനെ പോലെ ഉണ്ട്. സൗണ്ടോ? നീകനായിട്ട് അന്ന് പരിപാടിക്ക് സംസാരിച്ച ഓന്റെ സൗണ്ട് ഭയങ്കര വൃത്തിയുടെ സൗണ്ട് ആണല്ലോ. ഇത് അങ്ങനെയല്ലോ, ഇതല്ല ഗംഭീരുള്ള മനസ്സിലായില്ലേ? അപ്പൊ മനസ്സിലായി സ്വന്തം സൗണ്ട് ചെയ്ത് നിലവാരം. അല്ല അവന്റെ ഭയങ്കര വൃത്തിയുടെ സൗണ്ട്, എന്റെ ഭയങ്കര ഗംഭീരുള്ള സൗണ്ട്. അങ്ങനെ കേൾക്കാൻ പറ്റില്ലേ? എനിക്കിന്റെ സൗണ്ട് കേക്കാം, നല്ല ഒച്ചത്തിന് കേക്കാം എനിക്ക്. അതങ്ങനെയല്ല ബ്രോ, അപ്പുറത്തൊക്കെ ഇരിക്കുമ്പോ അത് അങ്ങനെയല്ല. അതാണ് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അത് നിന്റെ ചെവിന്റെ പ്രശ്നല്ലേ? ഞാൻ ചെവി നോക്കി തരണോ? പണ്ടത്തെ ഡോക്ടറാ, ഇപ്പൊ ശരിയാക്കി തരാം. അല്ല കാര്യമായിട്ട് ഓട്ടോസ്കോപ്പ് എടുത്തിട്ട് നോക്കിട്ട് പിന്നെ ഒരു ടിംബാനോമീറ്റർ ചെയ്താൽ മതി, അപ്പൊ സെറ്റ് ആവും. എല്ലാം ചെയ്യുമ്പോള് പണ്ട് നമ്മള് ഡോക്ടർ ആയിരുന്നല്ലോ. അപ്പുക്കുട്ടനായിരുന്നല്ലേ ഡോക്ടർ ആയിന് നമ്മള് മിലിറ്ററിയിൽ ഉണ്ടായിരുന്നു പണ്ട്. ഉപ്പ് സത്യാഗ്രഹത്തിനൊക്കെ പോയിട്ടുണ്ട് നമ്മള്. മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന സമയത്താ? മിലിറ്ററി ഒക്കെ എപ്പോഴല്ലേ വന്ന്? പണ്ട് ഉപ്പ് സത്യാഗ്രഹം അല്ലേ, നമ്മള് ഫുള്ള് റെബലായിട്ട് നടന്നല്ലേ പണ്ട്. ഞാനും ജിജിയും അതേപോലെ തന്നെ അല്ലല്ല ആ റെബലല്ല നമ്മള്. പണ്ടത്തെ റെബൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പത്തെ എന്ത് ചിന്ത ഈ മുൻകിട ചിന്താഗതിക്കാരുണ്ടല്ലോ. എന്താണ് എന്താ പറയാ? ഇപ്പത്തെ എന്തൊക്കെയോ ആൾക്കാർ, ഇപ്പത്തെ സിഗ്മാസ് ഇയാളുടെ താടിക്ക് എന്ത് പറ്റി ഇയാളുടെ? അല്ല ഞാൻ ഇങ്ങനെ വണ്ടടിച്ച് ഇങ്ങനെ നിന്നെ കഥ കേട്ടിട്ടെ. ഞാൻ എന്ത് പറഞ്ഞാലും എല്ലാവർക്കും മണ്ടറാ. ഒരുപാട് അനുഭവം ഉണ്ടേ, അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ആൾക്കാർക്ക് മണ്ടറാ. അതാ ഇവിടെ ഇപ്പൊ ഉണ്ടല്ലോ, സത്യം പറയാലോ, ഇവിടുത്തെ ആൾക്കാർക്ക് ഇപ്പൊ അധികം അങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ല. ഒന്ന് പറഞ്ഞ രണ്ടിനും കണ്ണെടുക്കും. അതിനൊക്കെ പ്രതിവിധി ഉണ്ട്. അവിടെ ആർക്കെങ്കിലും മറ്റേ എന്താണ് ഈ മറ്റേ ചൂടാകുന്ന സമയത്ത് ആങ്കർ മാനേജ്മെന്റ് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അതിന് തെറപ്പി കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്റെ വീട്ടിന്റെ മുന്നിൽ. എനിക്കത് ഭയങ്കര ആവശ്യമാണ്. എനിക്ക് ഭയങ്കര ആങ്കർ മാനേജ്മെന്റ് ഒട്ടുമില്ല എനിക്ക്. ഒരു സിറ്റുവേഷൻ വരുമ്പോ മറ്റേ എന്താണ് ചൂടാവാണെന്ന് വിചാരിക്കും. ഒരാള് എന്തെങ്കിലും വൃത്തികെട്ട സാധനം ചെയ്തിട്ട് അങ്ങനെ ആവുമ്പോ എന്താ നിങ്ങൾ ചെയ്യാറ്? ഒന്ന് പറഞ്ഞേ. ഇപ്പൊ സ്പോട്ടിൽ ഞാൻ സംഭവം പറഞ്ഞുതരാം. ഇതിന് മുമ്പത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ തള്ളക്കി വിളിച്ച് 14 ദിവസം ബാങ്ക് കിട്ടി. ലാസ്റ്റത്തെ സിറ്റുവേഷൻ കൊമ്പൻ അവനെ ഒന്ന് പറഞ്ഞായിരുന്നു നല്ല രീതിയിൽ. ഞാൻ തന്തയ്ക്ക് തള്ളക്കൊക്കെ വിളിച്ച് 14 ദിവസം ബാങ്ക് കിട്ടി. ആകെ പ്രശ്നമായിരുന്നു. അല്ല ആ ചൂടാകുന്ന നിമിഷത്തിൽ എന്താ തോന്നണേ? കണ്ട ഇത് ചന്ദ്രനായിരുന്നു. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എനിക്ക്. ഇങ്ങനെ വരുന്ന സമയത്ത് നിനക്ക് ഏറ്റവും മറ്റേ എന്താണ് ഇഷ്ടമില്ലാത്തൊരു ഒരു പച്ചക്കറിന്റെ പേര് പറ. ഇഷ്ടമല്ലാത്ത പച്ചക്കറി പാവയ്ക്ക. അപ്പൊ അവന്റെ പേരിനെ കൂട്ടിട്ട് ഒരു പാവയ്ക്ക അങ്ങ് കൊടുക്ക. എടാ നിന്റെ പാവയ്ക്ക എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ടൊന്ന് ശ്വാസം എടുക്ക, എന്നിട്ട് താഴേക്ക് അങ്ങോട്ട് വിടാം. ഇനി ഓരോരുത്തരെ മോന്തയ്ക്ക് അടി കൊടുക്കണം. എടാ നിന്റെ തക്കാളി പോലത്തെ മോന്തയ്ക്ക് അത്ര പറഞ്ഞാൽ മതി. അങ്ങനെ സിനോണിമസ് ആയിട്ടുള്ള വേർഡ് കണ്ടുപിടിക്കുക അല്ലേ? അതന്നെ അത് ആ ഒരു സിറ്റുവേഷൻ കറക്റ്റ് നോക്കിട്ട് ഒരു പച്ചക്കറി അങ്ങ് പിടിച്ചാ മതി. അത് ഒരു മിനിറ്റ്, നിന്റെ പാവയ്ക്ക നിന്റെ അതെങ്ങനെയുണ്ട്? ദേശത്തിനൊരു ശമനമുണ്ട്. ചന്ദ്ര പൈസ മേടിക്കടാ പോയിട്ട്. എടാ എനിക്ക് 20 കോടി ഉണ്ട്. 20 കോടി ഉണ്ട്. കാശ് എന്താണ്? എന്തിന് കാശ് തരുന്ന് പറഞ്ഞേ? അപ്പൊ കാശ് വയ്ക്കാ. അല്ലടാ ഇവന്റിന്റെ പൈസ. ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്ന എങ്ങനെ ബ്രോ? ഇങ്ങനെ നിർത്താതെ ചടപറ സംസാരിക്കുന്നത്.
വള്ളിയായിരുന്നു അപ്പുക്കുട്ടെ. അങ്ങനെ അങ്ങനെ വായിട്ട് അങ്ങനൊന്നുമില്ല, അതൊന്നുമില്ല. ഒരു മിനിറ്റ് ഇത് വർത്താനം പറയുന്നത് എന്നെ കൊണ്ടാനല്ലേ, എന്നെ കൊണ്ടാനല്ലേ. ഇപ്പൊ ഇല്ലടാ. അവിടെ നമ്മുടെ ഫുൾ കോണ്ടാക്ട്. നിങ്ങൾക്ക് ഈ വീടുണ്ടെങ്കിലേ മറ്റേ പോഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വീടുണ്ടെങ്കിലേ പോഷൻ മറ്റേ പോഷൻ മറ്റേ സാധനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ ഏട്ടാ. ബ്രോ ആണ് ഈ വാസു എന്ന് പറഞ്ഞ ആള്? അതെ അതെ, ഞാനാണ് വാസു എന്ന് പറയുന്ന ആള്. എന്ത് പറ്റി? ഇവിടുത്തെ ലീഡറാണ്. അതെ അതെ, അവിടുത്തെ ലീഡറാണ്. ഓക്കെ ബ്രോ, നിങ്ങൾക്ക് വീട് വേണോ? വീട് ഇത് എനിക്ക് ഓൾറെഡി വീടുണ്ട്. ഇത് എന്റെ വീടാ. അതല്ല, കഞ്ചാവ് കഞ്ചാവ് ഹെൽത്ത് പോർഷൻ ഉണ്ടാക്കാൻ യൂസ് ചെയ്ത്. ഇതൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല. അല്ല, ഹെൽത്ത് പോർഷൻ ഉണ്ടാക്കാൻ യൂസ് ചെയ്ത്. നിങ്ങള് സാധാരണ ഫാമിലീസ് ആയതുകൊണ്ട് യൂസ് ചെയ്ത്. ഇല്ല, നമുക്കിപ്പോ ആവശ്യത്തിലധികം സ്റ്റോക്ക് ഉണ്ടേ ബ്രോ. അല്ല ഓക്കെ. എന്റെ ഒരു 213 ഇരിപ്പുണ്ട്. അന്നേരം ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. ഈ ചന്ദ്രനോട് ചോദിച്ചു, അവൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കും. അത് ആരാണെന്ന് പറഞ്ഞുതരോ? ഈ ചന്ദ്രൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട്. അല്ലല്ല, ഞാൻ ഇതല്ല അതെ, അവിടെ നിപ്പുണ്ട് ചന്ദ്രൻ. ഞാനൊരു കാര്യം പറയട്ടെ, ഇവന്റെ സംസാരത്തിന് എന്തൊരു ഒരു പ്രശ്നമുള്ള പോലെ തോന്നിയ വെച്ചങ്ങ് സംസാരിക്കുന്നത്. അവനെ തിരിച്ചു പറഞ്ഞ അവനെ ഒഫൻഡഡ് ആവോന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുന്നത്. ഒരു കാര്യം സീരിയസ് ഒരു കാര്യം വീട് വാങ്ങിച്ചു വെച്ചോ, അത് ഭയങ്കര ഉപകാരപ്പെടും. സീരിയസ് ആയിട്ട് പറയുവാണ്. വീട് വാങ്ങിച്ചു വെച്ചോ, അത് ഉപകാരപ്പെടും. സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ്. വീട് വാങ്ങിച്ചു വെച്ചോ, അതിപ്പോ പിന്നീട് അതൊന്ന് തോന്നും, അയ്യോ ഇത് വന്ന് വാങ്ങിച്ചു, അത് പറഞ്ഞായിരുന്നല്ലോ, അയ്യോ. നിങ്ങൾ രണ്ടും ഒരുമിച്ച് കാറിൽ വന്ന ആ വളവിൽ നിന്ന് ഒരുമിച്ച് നടന്നു വരുന്ന അല്ലല്ല, എന്നെ മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ ഗ്യാങ് മനസ്സിലായി. എനിക്കിവിടെ എന്റെ വണ്ടിയിലാണ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. വേറെ ഈ വണ്ടി കിട്ടോ പോകാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഇവൻ വന്ന് ചോദിച്ചത് വീട് വിൽക്കാനായിട്ട് വേണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിയാം, എനിക്ക് വേണ്ട. ഇല്ല, ഇപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ളതുണ്ട്, മനസ്സിലായി, ആവശ്യത്തിനുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വീട് ഒരു മുതൽക്കൂട്ടായിരിക്കും. ഇല്ല, കുഴപ്പമില്ല. ഞാൻ നോക്കണേ, ഞാൻ ചന്ദ്രനോടൊന്ന് ചോദിക്കട്ടെ. ഞാൻ ചന്ദ്രനോടൊന്ന് ചോദിച്ചിട്ട് ഇതാക്കാം. നിനക്കൊക്കെ അവിടെ പോസ്റ്റ് ആയി ബ്രോ, ഞാൻ വരാവേ. അത് രായനാണോടാ അത്? ചന്ദ്ര, ഹലോ ചന്ദ്ര പറഞ്ഞോ. സുഖാണ്. ഇതാരാ? ഞാൻ ഗ്യോമെ ഹാഷ്റ. എന്റെ പേര് ജോമെ ഹാഷ്റ. ഗ്യോമെ അല്ല, ഗ്യോമെ ഹാഷ്റ. ഓക്കെ. ഞാൻ ഇതുവഴി പോയപ്പോ സൗണ്ട് കേട്ട് നിർത്തി. ആണല്ലേ? ഞാൻ ഇവിടെ ആർസിബി ജയിച്ചാടാ വുമൻസ് കപ്പ് IPL ജയിച്ചാ? ഓ, സെറ്റ്. ഈ സാലേ കപ്പ് നന്ദു പോയി. IPL തുടങ്ങി. അതായത് വുമൻസിന്റെ IPL. ഞാൻ ഈ വീട്ടിനകത്തോട്ട് ഓടിക്കേറി എഫേറ്റ് അടിക്കും. ഞാനാണ് ശരിക്കുള്ള എന്നെ തൊട്ടാ ചോദിക്കാൻ വരൂലേ വാസു? TV മൊത്തം വരൂലേ? പിന്നെ അല്ലാതെ സാറാറ് ഒന്ന് ഹോസ്റ്റേജ് ആക്കിയനെ ഇപ്പൊ. പിന്നെ അവന്മാരെ SRR ഇപ്പൊ ഇവിടുത്തെ തല്ലുള്ളിലാണ്, മനസ്സിലായ? അതിലിപ്പോ ഉണ്ടായിരുന്നു. ഇപ്പൊ വന്ന ആ കുറച്ചു പേരേ ഉള്ളു. പുള്ളി പോലും ഗ്യാങ് കയറിയിട്ടില്ല. പിന്നല്ലേ ഇനി സ്റ്റേജ് കൊണ്ടുവിട്ടു. പിന്നെ എടാ ചന്ദ്ര, വീട് വേണോടാ? അല്ല ഞാൻ വലിയർത്തി അല്ലല്ല, അതോ ഒരുത്തം വേണോന്ന് ചോദിച്ചിട്ട് അവിടെ വന്ന് നിക്കുന്നത്. എന്തോ ഡീലുണ്ട്, 250 എണ്ണം എന്തോ അവന്റെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഇതാക്കുന്നത്. ഇല്ല വേണ്ട പരിപാടി എനിക്കില്ല ഇപ്പൊ. നന്നായത് ഒരുപാട് മെച്ചുവേർഡ് ആയതുപോലെ. ഇവന്റെ സാധനത്തിൽ അത് ഗ്യാങ് ഇരിക്കുന്നത്. ഈ ടീംമേറ്റ്സിനെ മൊത്തം ഇടിച്ചു കൊന്ന്
പോയിന്റ്സും കളഞ്ഞ് ലോയലിറ്റി പോയിന്റ്സും കളഞ്ഞ് ടർഫ് വിളിക്കുക. 2 ആഴ്ച ടർഫ് വിളിച്ചിട്ട് 2 ആഴ്ച. അതെന്തിനാ സംഭവം? എന്തിനാണ് ഇവിടെ ലോയൽറ്റി പോയിന്റ്സ് വേണോ? അതായത് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് ഒരാൾ 1 മണിക്കൂർ ഗ്രൈൻഡ് ചെയ്താ 1 പോയിന്റ് കൂടുന്നേ ഗാങ്ങില്. ഇവിടെ ഗ്രൈൻഡിങ് ചെയ്താലേ കിട്ടത്തുള്ളൂ. ഗ്രൈൻഡിങ് ചുമ്മാ നിന്നാ മതി, ചുമ്മാ സിറ്റി നിന്നാ മതി. പക്ഷെ ഇപ്പൊ നീ 59 മിനിറ്റ് നിന്നിട്ടും കാര്യമില്ല. 1 മണിക്കൂർ കറക്റ്റ് നിക്കണം ആ പോയിന്റ് കിട്ടണമെങ്കിൽ. 1 മണിക്കൂർ ഓരോരുത്തരുടെ കൗണ്ട് ആവുന്നേ. അപ്പൊ ഒരാളെ കൊല്ലുമ്പോ 100 പോയിന്റാ പോണം. 100 മണിക്കൂർ. 100 മണിക്കൂർ 58 മിനിറ്റ് ആകുമ്പോ സിറ്റി കത്തും. അത് ഇച്ചിരി മൊണ്ടിയാണല്ലേ. ആ പോയിന്റ് ആക്റ്റീവായിരിക്കണം. ഇപ്പൊ നമുക്ക് എത്ര, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് 3500 ലോയലിറ്റി പോയിന്റ് ഉണ്ട്. 3500 ലോയലിറ്റി പോയിന്റ് എന്ന് പറഞ്ഞാൽ 35 ടർഫ് കാർഡ്. 100 പോയിന്റ് ആണ് ഒരു. അത് അപ്പം 35 മെമ്പർ അപ്പൊ സിറ്റിയിൽ 30 പേര് എപ്പോഴും വേണം അല്ലേ? 30 പേരും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പോയിന്റ് കൂടിക്കൊണ്ടിരിക്കും. മണ്ടിയാണ് അത്, ഭയങ്കര മണ്ടിയാണ് അത്. ഇപ്പൊ 2 ആഴ്ചയായിട്ട് നമുക്ക് ടർഫ് കിട്ടിയില്ല. 35 പോയിന്റ് കൊണ്ടൊന്നും പോയിട്ട് കാര്യമില്ല. ഒരു ടർഫും കിട്ടൂല. എടാ ഓപ്ഷനാ ഇത് ഓപ്ഷൻ. ഓരോരുത്തർ കൂട്ടി വിളിക്കും. ഇപ്പൊ നമ്മൾ മണി ടർഫ് വിളിക്കാൻ പോയിട്ട് 34 പോയിന്റ് വെച്ച് വിളിക്കാൻ പോയിട്ട് അവര് മണി ടർഫ് വിളിച്ചെടുത്തത് 48 50 പോയിന്റിന് എന്തോ ആണ്. അപ്പൊ ഞാൻ ഡൗട്ട് കേട്ടെ, 2 വട്ടം 2 ആഴ്ച വിളിക്കായിരിക്കും നമുക്ക് അത്രയും പോയിന്റ് കിട്ടൂലേ? അത് ഈ കഴിഞ്ഞ ആഴ്ച ഇനാക്റ്റീവ് ആയിരുന്നു കുറെ. അതിന്റെ മുമ്പത്തെ ആഴ്ച നമ്മള് 70 പോയിന്റിനാ ടർഫ് വിളിച്ചത്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എക്സോസ്റ്റ് ആയി, മനസ്സിലായോ? 70 പോയിന്റിന് നമ്മൾ വിളിച്ചപ്പോഴത്തേന് നമ്മുടെ പോയിന്റ് മൊത്തം എക്സോസ്റ്റ് ആയി പോയി. അതാണ് പ്രശ്നം പറ്റിയത്. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ മെയിനായിട്ട് മണി ടർഫ് അല്ലേ നോക്കുന്നത്, അല്ലാതെ വേറെ ടർഫ് നോക്കുന്നില്ല. റാഞ്ചോ മണി ടർഫ് നോക്കാൻ വേണ്ടി റാഞ്ചോയും വിളിച്ചോണ്ട് പോയി. ആണല്ലേ? എന്തിനു ചെയ്യാന്? പക്ഷെ ഇവിടെ എല്ലാ ഗ്യാങ്സും പോയിന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ആ ഓപ്ഷൻ അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. 5 പോയിന്റ് ഒക്കെ ആയിട്ട് ഓരോ ഗ്യാങ്ങൾ വരും. ആദ്യത്തെ വിളി മാത്രം. ഒരു വിളി തീരുന്നുണ്ട്. ഒരു വിളി വിളിച്ചിട്ട് 5 വിളിച്ചിട്ട് പിന്നെ വാതറക്കൂല. അയ്യോ എന്തൊക്കെ പറയാ. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കണത്. ഇപ്പൊ ആൾക്കാരുടെ ആക്ടിവിറ്റി ഭയങ്കര പ്രശ്നമാണ്. മറ്റേ കട്ടൻ ചായ പാട്ട് കേട്ടായിരുന്ന? കട്ടൻ ചായ അസുന്റെ ലവർ പാടിയ പാട്ട്. ഏത് ലവർ? എലിക്കുട്ടി. അതൊക്കെ ഞാൻ അതിനൊക്കെ ജീവിതത്തിൽ നിന്നേ ഒഴിവാക്കി. എന്റെ അവരെന്നാ അവിടെ ഇരിക്കുന്നത്? സിറ്റിയിലൊക്കെ ഒന്ന് മാറി അപ്പൊ വരും അതേപോലെ ഒരു തമ്മാര് പേര്. ഹലോ ബ്രോ, പേരെന്താ? പേരെന്താ ബ്രോ? ഇതെന്താ ഇത് ഇങ്ങനത്തെ ലുക്ക് എന്തിനാണ് സിറ്റിയില് കൊണ്ടുവരുന്നത്? ലുക്കാണ് ബ്രോ ഇത്. ഇപ്പൊ ബ്രോ ഇപ്പൊ ഇങ്ങനെ നടക്കുമ്പോ ഞാനാണ് വിചാരിക്കുന്നത് ആൾക്കാര്. ബ്രോ ന്യൂസ് ഒന്ന് ഓഫാക്കൂ. ന്യൂസ് കാണുവാണോ അവിടെ? ഹലോ, എന്റെ ജീവിത പ്രശ്നം പറഞ്ഞ കേൾക്കുന്നതാ ഇവിടെ. ബ്രോ ലുക്ക് ഒന്ന് മാറ്റിട്ടെ ബ്രോ. താടിയാ മീശയാ കണ്ണാടിയാ എന്തേലും ഒന്ന് മാറ്റി ബ്രോ. വല്ലപ്പോഴും ഒക്കെ വരുന്നത്. ഇനി ആ ഐഡന്റിറ്റി കൂടി പോവും. പേരെന്തായിരുന്നു? ക്രോസ് ബ്രീഡ് ഇത്. അണ്ണ സംഭവം എന്ന് വെച്ചാൽ ആദ്യം എന്റെ മീശ വേറെ ആയിരുന്നു. അപ്പൊ എല്ലാരും വന്ന് കൊമ്പാന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇങ്ങനെ മുടി വെച്ചിട്ട് പറയും കൊമ്പനല്ല. ഇവന് ക്യാൻസറാ, വിഗൊക്കെ വെച്ചെടുക്കും. എന്തിനാ പറയുന്നത്? പിന്നെ ഞാൻ മീശ മാറ്റിയാണ്. അല്ലല്ല ഇവരൊക്കെ ശരിക്കും TG കണക്ട് 148 T47 അടിയാണിത്. ഇവനാണ് മറ്റേത്. എനിക്ക് തോന്നുന്നു മറ്റേതാ പോച്ചേന്ന് വരും എന്ന് പറഞ്ഞില്ലേ, അതാണ് തോന്നുന്നത്. എന്താടാ ആദ്യം കേറി ഇച്ചിരി സമയം എടുക്കുന്നത് അണ്ണ എന്തോ ഓ കൈ വിറച്ചിട്ടാട്ട ടൈപ്പ് ചെയ്യുന്നത്. അതാണ് ഇത്ര ബുദ്ധിമുട്ട്. കൊഴപ്പില്ല പറഞ്ഞോ മനസ്സിലായി. ഈ അതെന്താ വയ്യാണ്? ഏതാ ചെക്കട്ടെ?
ഈ വയ്യാന്ന് തോന്നുന്നു, ഞങ്ങൾക്ക് വയ്യ കാണിച്ചു. എനിക്ക് വയ്യ കാണിച്ചു. അങ്ങനല്ല ഈ ഞെക്കണ്ട ഈ ഞെക്കോ അണ്ണാ ഇവൻ ഞെക്കൂല അണ്ണാ ഫാനാണ് ലൈവ് കണ്ടു വെരി ഗുഡ്. എടാ നിന്റെ പേര് സത്യവാനാണ് അതിന്റെ അതല്ല അത് എടാ ഇതിനൊന്നും ഒരു മാറ്റം ഇല്ലല്ലോ ഇപ്പോഴും ഇങ്ങനെ തന്നെ മൈക്കൂലില്ല പറഞ്ഞിരിക്കണേ. സത്യം മൈക്കില്ലേ മൈക്കില്ല ടൈപ്പ് ചെയ്താ അല്ല എടാ നീ പറഞ്ഞോ കുഴപ്പമില്ല വെയിറ്റ് ചെയ്യാം. സമയമുണ്ടല്ലോ. അവനൊരു ടൈപ്പ് ചെയ്തോണ്ടിരിക്കണം എന്തോ കാര്യമായിട്ട് കാര്യം മൈക്ക് പോയി എണ്ണ മൈക്ക് പോയണ്ട നിനക്ക് മൈക്ക് മേടിച്ചു തരണോ? അതാണോ നീ പറയണത്? ആനിമേഷൻ റിക്വസ്റ്റ് നിനക്ക് മൈക്ക് വേണോ? എടാ ഈ റിക്വസ്റ്റ് കാണിക്കുന്നത് എന്തുവാ ഇൻകമിങ് ആനിമേഷൻ റിക്വസ്റ്റ് അത് കാണിക്കുന്നത് നിനക്ക് മൈക്ക് വേണോ പറ, ഞാൻ മേടിച്ചു തരും. ഞാൻ പറ സൈഡിൽ നമ്മക്കൂട്ടാ എനിക്കൊരെണ്ണം പറയണ പോരെ. നിനക്ക് മൈക്ക് വേണോ? അയ്യോ അതല്ല കാണാൻ വന്നേ. കണ്ടടാ, സത്യസന്ധനാണ്. ആ സത്യസന്ധൻ. പേരെന്തായിരുന്നു പേര് പറഞ്ഞില്ലല്ലോടാ. നിന്റെ പേരെന്താ? അപ്പൊ ഭയങ്കര ഹാപ്പി ഉണ്ട് കേട്ടോ. രണ്ടാളെ ഒരേ ഫ്രെയിമിലേക്ക് അയറൻ വെച്ചു കേട്ടാ അയറൻ ഇച്ചിക്കോ. എടാ എന്തായാലും കണ്ടതിൽ സന്തോഷം കേട്ടാ. ഇങ്ങനെ സംസാരിച്ച എന്റെ ഒരു ദിവസമൊക്കെ പോവേ. നല്ല ഡിലേ ഉണ്ടേ. എടാ നിനക്ക് ഞാനൊരു 5 വട്ടം കെട്ടിപ്പിടി കിട്ടായിരുന്നു. നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുവോ? സോറി അണ്ണാ എലിഫന്റിന്റെ ഞാൻ അറിഞ്ഞിട്ടില്ലേ എനിക്ക് പങ്കില്ല നിനക്ക് ഒന്നും ഇട്ടുതരാം. വെയിറ്റ് ഞാൻ ഞെക്കിയിട്ടില്ല എനിക്ക് അതാ ഞെക്ക് ഞെക്ക് ഈ ഞെക്ക്. കണ്ടതില് സന്തോഷം മോനെ. കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ ഇനി മൈക്ക് മേടിച്ചു കൊടുക്കേണ്ടി വരുവാ. എന്തോ ഈഗിൾ പ്ലീസ് കം ടു BGMയോ എന്താടാ? വാസു നമുക്ക് ഗ്യാങ് ഹൗസിന്റെ അകത്തോട്ടൊന്ന് വാ 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 അകത്തോട്ട്. ഞാൻ അണ്ണാ ഹലോ. എടാ ഹലോ നിന്റെ അടുത്ത് പറഞ്ഞു ബായി പറഞ്ഞല്ലേ. ആരെങ്കിലും എഴുതി എടുത്തേക്ക് അവിടുന്ന് എന്തേലും കൊടുത്ത് ബൈ പറഞ്ഞു കൊടുത്തു. സ്ലോ മോഷൻ പോകുമ്പോഴാണ് മിക്കവാറും വണ്ടി ഓടി. എടാ ചന്ദ്രൻ എവിടെ പോയടാ വന്നിട്ട്? കഴിക്കാൻ പോകുന്ന പറഞ്ഞു വേണോ? ഓക്കെ ഓക്കെ ഓക്കെ. എവിടുന്ന് വരുന്നടാ ഇവനൊക്കെയാന്ന് ബ്രോ? അതൊക്കെ കേസ് ഈ നമ്മള് ഡെയിലി കാണുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ വന്ന് സംസാരിക്കുക എന്നുള്ളത് ചിലപ്പോൾ അവരുടെയൊക്കെ ഒരു ചെറിയൊരു ആഗ്രഹം. മറ്റേ നമ്മൾ വലിയ സംഭവമൊന്നും പറയുമല്ലോ, എന്നാലും വർഷങ്ങളായിട്ട് ഡെയിലി ലൈവ് കാണുന്ന ആൾക്കാരായിരിക്കും. അവർക്കൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് PC കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വന്ന് കാണുന്നത് ചിലപ്പോൾ അവരുടെ സന്തോഷമായിരിക്കും. അത് നമുക്ക് ഓരോരുത്തർക്ക് ഇത് തോന്നത്തില്ലേ? അത്രേ ഉള്ളൂ. ആ ഒരു സാധനമാണ്, മനസ്സിലായ? അത്രയായിട്ട് വിചാരിച്ചാൽ മതി.